ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി ഗുരുതരമായ ആശങ്ക ഉയർത്തുന്നുവെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി. ബീഹാറിൽ ഒരു മാസത്തിനുള്ളിൽ 4,76,00,000 ആളുകളാണ് രേഖകൾ സമർപ്പിക്കേണ്ടത്. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് പ്രക്രിയ എങ്ങനെ കാര്യക്ഷമമായി പൂർത്തിയാക്കാനാകുമെന്നാണ് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി ചോദിക്കുന്നത്. വിവരങ്ങളുമായി സിബി ഇതിൽ ചേരുകയാണ്. സിബി, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമീപകാലത്തെ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട പല നടപടികളും വലിയ തോതിൽ ചോദ്യങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ മഹാരാഷ്ട്രയിലെ വിഷയം നമുക്കറിയാം. ഇപ്പോഴിതാ ബീഹാറിൽ ഈ വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളാണ് വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത്. എന്താണ് അവിടെ കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്? ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി അതിനെ സമീപിച്ചത് എങ്ങനെയാണ്? മനു, ബീഹാറിൽ ഈ വർഷം അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വോട്ടർ പട്ടിക പരിഷ്കരിക്കാനുള്ളൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ നിർദ്ദേശത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഏറ്റവും പുതിയ വോട്ടർമാരും അതുകൂടാതെ 2003 2004 ശേഷം വോട്ടർ പട്ടിക ഇടം നേടിയവർ ഇവരെല്ലാം തന്നെയും അവർ ഈ ഇന്ത്യൻ പൗരന്മാരാണെന്ന് തെളിയിക്കുന്ന രേഖകൾ സഹിതം വീണ്ടും സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലം നൽകണമെന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇതൊരു ദേശീയ പൗരത്വ രജിസ്റ്റർ തുല്യമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് CPM അടക്കം കഴിഞ്ഞ ദിവസം തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ഒരു പ്രത്യേക മതവിഭാഗത്തെ നീക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണെന്നൊരു ആരോപണവും എല്ലാം തന്നെയും CPM PB അടക്കം തന്നെയും ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി ചൂണ്ടിക്കാട്ടിയത് തന്നെയാണ് ഇത് 1-2 മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു 4 കോടിയിലധികം ആളുകളുടെ വോട്ടർ പട്ടിക എങ്ങനെ കൃത്യമായ പ്രക്രിയ പൂർത്തീകരിക്കാൻ കഴിയും, ഇത് തികച്ചും ആശങ്ക ഉളവാക്കുന്ന ഒന്ന് തന്നെയാണ്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്ദേശത്തെ സംശയിക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും അതുമാത്രമല്ല മഹാരാഷ്ട്രയിൽ മുൻപും ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ ഈ മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടു മുൻപാണ് വോട്ടർ പട്ടിക അതുപോലെ കൂട്ടിച്ചേർക്കൽ ഉണ്ടായത്. പിന്നീട് നമുക്കറിയാം മഹാരാഷ്ട്രയിലെ വോട്ടർ ലിസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുമാത്രമല്ല അവിടുത്തെ പോളിംഗ് ശതമാനം പോൾ ചെയ്ത വോട്ടർ കൂടുതൽ എണ്ണിക്കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെയും വളരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉണ്ടാക്കുകയും ഇപ്പോഴും അത് വലിയ നിയമ പോരാട്ടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ സമാനമായ രീതിയിൽ തന്നെ ഈ ഒരു മാസങ്ങൾക്ക് മുൻപേ ഈ വോട്ടർ പട്ടിക പരിഷ്കരിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഏറ്റവും ദരിദ്രരായ വോട്ടർമാരെയാണെന്ന് കൂടി ഇപ്പോൾ RJD അടക്കമുള്ളവർ രംഗത്ത് വരികയും ചെയ്യുന്നു. എന്തായാലും ഇതിലെ ഈ ആശങ്കയാണ് ഇപ്പോൾ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം CPM PB അംഗമായ നിലോൽപർ ബസു അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിട്ടുണ്ട്. അതുകൂടാതെ RJDയിലെ നേതാവായ തേജസ്വി യാദവ് ഇതിനെതിരെ രംഗത്ത് വരികയും 8 കോടി വോട്ടർമാർ ബീഹാറുണ്ട്, ഇവരെങ്ങനെ ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കും എന്നെല്ലാം തന്നെയും അദ്ദേഹവും ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇത് നരേന്ദ്രമോദി സർക്കാരും നിതീഷ് കുമാറും ഈ വോട്ടർമാരെ ഭയപ്പെടുന്നു, ഈ തെരഞ്ഞെടുപ്പിനെ ഭയപ്പെടുന്നു, അതുകൊണ്ടാണ് ഇത്തരം നടപടികൾ എന്നുള്ള വലിയ ആരോപണം RJD അടക്കം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിഷയം ഈ വോട്ടർ പട്ടിക പരിഷ്കരിക്കുക എന്നുള്ള വിഷയം പ്രത്യേകിച്ച് അത് ദേശീയ പൗരത്വ രജിസ്റ്ററിന് തുല്യമാണെന്നൊരു ആരോപണമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. സിബിയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ വലിയ തോതിൽ സംശയങ്ങൾക്ക് ഇടവയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.